ഹായ് എവ്രി വൺ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണോ? വിൻ്ററായ ഞങ്ങളെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ചായയും അതേപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നെങ്കിൽ ബീച്ചിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിൽ പോയിട്ട് കുടിക്കാറാട്ടോ പതിവ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസം എന്ന് വെച്ചാൽ നവംബറും ഡിസംബർ ജനുവരിയൊക്കെ ആട്ടാ. ഈ തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ പുറത്തൊക്കെ പോയിട്ട് ചായ കുടിക്കാനോ അതേപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അധികം വീക്കെൻഡ്സിലൊക്കെ അതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പാർക്കിൽ പോയിട്ട് കഴിക്കാറുണ്ട്. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആട്ടാ. റൂമിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങൂല, എത്ര വിളിച്ചാലും ഞാൻ പോവില്ല. അത്രക്കും മടിയാട്ടാ. ചൂട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ തണുപ്പ് ഞാൻ എത്രയും സഹിക്കൂട്ടാ. അതേപോലെ തന്നെയാണ് മോനും ഹസ്ബൻഡൊക്കെ. തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് പതിവ് പോലെ തന്നെ മൂപ്പരാൾ ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞ് നീ എന്തെങ്കിലും സ്നാക്സോ ചായയൊക്കെ ഉണ്ടാക്ക്, നമുക്ക് വൈകിട്ട് ഇങ്ങനെ പാർക്കിൽ പോയിട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ലൈറ്റ്സൊന്നും കണ്ടിട്ടില്ലായിരുന്നു. എല്ലാ വർഷവും നമ്മൾ നാഷണൽ ഡേ ടൈമിൽ ലൈറ്റ്സും ഫയർ വർക്ക്സൊക്കെ കാണാൻ പോകും. ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതിന് പറ്റിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലായിരുന്നിട്ടാണ് കൂടിയിരുന്നത്. അപ്പോൾ ഫയർ വർക്ക്സും അതേപോലെ ലൈറ്റ്സൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ ന്യൂ ഇയർ കഴിഞ്ഞാൽ ലൈറ്റ്സൊക്കെ എടുത്ത് ഒഴിവാക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളൊന്ന് പോയി കാണാമെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ഹസ്ബൻഡ് വരുമ്പോഴത്തേന് ചായയും അതേപോലെ സ്നാക്സൊക്കെ റെഡിയാക്കി. സ്നാക്സ് ഇന്ന് രാവിലെ ഇഡ്ഡലിക്ക് അരച്ച മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ബോണ്ട പോലെ പൊരിച്ച് പിന്നെ ഒരു ചട്ടിനി ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുള്ള് ബ്ലോക്കിൽ പെട്ടിരുന്നു കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ബഹ്റൈനിൽ ഭയങ്കര റഷാണ്. റോട്ടുമൊക്കെ വണ്ടിയിട്ട് ഇറങ്ങിയാൽ പിന്നെ ബ്ലോക്കാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടാ. ഇത് മുഹറക്കിലാണ്. അവിടെ കുറച്ച് ലൈറ്റ്സൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാനും വേണ്ടിയിട്ട് പോയിരുന്നു. തിരിച്ചു വരുന്ന ടൈമിൽ നമുക്ക് ഇവിടെ മുഹറക് നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് വരാമെന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നത് വീട്ടിലിരുന്ന്. പക്ഷേ ആ പ്ലാൻ ഞങ്ങൾ മാറ്റി. ആ ഏരിയ കടുക്കാൻ വയ്യ, അത്രക്കും ബ്ലോക്ക്. അപ്പോൾ പോയി നമ്മൾ റിട്ടേൺ വരുമ്പോഴത്തേന് നേരം വെളുക്കുന്ന ഉറപ്പാണ്. കാരണം പിറ്റേന്ന് രാവിലെ ഹസ്ബൻഡിന് ഓഫീസിൽ പോകാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മതി, നമുക്കെന്നാൽ അങ്ങോട്ട് പോകണ്ട, തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഈ മുഹറക് നൈറ്റ്സിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പോയി കാണണം. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ആംബിയൻസൊക്കെ കാണാൻ. പക്ഷെ എന്താ ചെയ്യുക, ബ്ലോക്ക് കാരണം നമ്മളത് ക്യാൻസൽ ചെയ്ത്. ജനുവരി ഫസ്റ്റ് വീക്ക് വരെ ഉണ്ടെന്നാണ് തോന്നുന്നു മുഹറക് നൈറ്റ്സ്. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ നമ്മളൊന്ന് പോയി കാണുന്നുണ്ട്. ഈ രാത്രിയിൽ ഈ ലൈറ്റ്സൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ ആരും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. നാഷണൽ ഡേ ടൈമിൽ ഇവിടെ നല്ല തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ളൊരു ബീച്ച് സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുപോയ ചായയും അതേപോലെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ പോന്നിട്ട്. നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ബഹ്റൈനിലെ ഒരു റോഡിൻ്റെ ഓരോ സൈഡിൽ ഇതേപോലെയൊക്കെ ലൈറ്റ്സൊക്കെ ഇട്ടിരിക്കണം കേട്ടോ. അധികം ലൈറ്റ്സിൻ്റെ കോംബോ വരുന്നത് റെഡും വൈറ്റും യെല്ലോയാണ്. ഇവിടുത്തെ ഫ്ലാഗിൻ്റെ കളറ് റെഡും വൈറ്റാണ്. അപ്പോൾ ലൈറ്റ്സ് അതേപോലെ തന്നെ കേട്ടോ അവർ ഇട്ടിരിക്കണത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ യാത്രയിൽ ഈ ലൈറ്റ്സൊക്കെ കണ്ടിങ്ങനെ വരുമ്പോൾ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.